അപ്പോൾ ഇന്ന് നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഡേറ്റ് എടുക്കാവുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് 2 പേരാണുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഡ്രൈവിംഗ് പഠിച്ച 2 പേർക്ക് ഇന്ന് ടെസ്റ്റാണ്. ഒരാൾ അടുത്ത സ്ഥലത്ത് നിന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ വീണ്ടും ഇന്ന് ലാസ്റ്റ് ഒരു ട്രയൽ കൊടുക്കുകയാണ്. ഏതൊക്കെ രീതിയിലാണ് ഞാൻ പറയുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു എക്സാമിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ എടുക്കണം എന്നൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് എടുക്കുന്നതെന്നും ഒരു അധികം കിലോമീറ്റർ ഒന്നുമില്ല, ഒരു 3-4 കിലോമീറ്റർ ഓടിപ്പിക്കുന്നുള്ളൂ. കറക്റ്റായിട്ടാണോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത പോലെ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. പക്ഷെ ഒരു എക്സാം ആണ്. എന്താണ് നിന്റെ ഫീലിംഗ്? എന്താ? അപ്പൊ നമുക്ക് പോവല്ലേ? അപ്പൊ ഇന്നാണ് ക്രിസ്റ്റോന്റെ ടെസ്റ്റാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പൊ നമ്മളിന്ന് ഓടിപ്പിക്കും. നമ്മളന്നേരം 4 കിലോമീറ്റർ കുറച്ച് ദൂരം ഓടിക്കുന്നുള്ളൂ. എന്തൊക്കെ മിസ്റ്റേക്കിലാണ് നമ്മൾ പറഞ്ഞു കൊടുത്തതിൽ മാറ്റം വന്നതെന്നൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരും. വേണം നമുക്ക് തിരിഞ്ഞു നോക്കാം കേട്ടോ. വണ്ടി എടുത്തപ്പോ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു, ന്യൂട്രൽ പോയിന്റ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. അതുപോലെ കോ ഡ്രൈവർ സീറ്റിൽ ആരാണ് ഇരിക്കുന്നത് അവരും കൂടി സീറ്റ് വെച്ചിട്ടോ ഒന്നും കൂടി നമ്മൾ നോക്കിയിട്ട് അത് ഓർമ്മിച്ചിട്ട് വേണം എടുക്കാൻ പറ്റും. അത് 2 മിസ്റ്റേക്കും ചെറിയൊരു ആക്സിലേറ്ററും കൊടുത്തിട്ട് വേണം എടുക്കാമായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവർ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ കാര്യം. 8 പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംശയം കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അതിനുള്ളൊരു മറുപടി തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏത് ദിവസങ്ങളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ, ഏത് ദിവസങ്ങളിലാണ് സ്ലോട്ട് ബുക്ക് ചെയ്യുന്നത്. അതുപോലെ ഇന്ന് ഇവർ 2 പേരും പാസ്സായോ എന്നും നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ കമന്റ് ചെയ്യാം. നമുക്കറിയാം ഇന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നത്. അഭിപ്രായം നമ്മൾ ആൾക്കോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മളെ കണ്ടിട്ട് അവരും ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. അത് നേരത്തെ വണ്ടി വരാൻ റോഡിങ് ടയർ കറക്കം നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ കൊടുത്തു. ബേക്കിൽ വണ്ടി വരുന്നുണ്ട്, അവർ ഓണടിക്കുന്നുണ്ട്. സൈഡിൽ മെറോറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. നമുക്ക് ലെഫ്റ്റ് സൈഡ് തരാം. നമുക്കിപ്പോ ടെസ്റ്റിന്റെ ആ ഒരു ദിവസം നമ്മൾ ഒരു 110% നമ്മൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ടെസ്റ്റിന്റെ ദിവസം ഒരു 10% നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റും. ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന്റെ രീതിയിൽ നമ്മൾ നോക്കുക. ഒരു കട്ടിങ് ആണ്. വൈബ്രോണായി പെട്ടെന്ന് ഗിയർ മാറണം. അതുപോലെ 4 ഗിയർ മാറി വണ്ടി നിർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗിയറിനെ ഡൗൺ ചെയ്തിട്ട് വേണം. ഇപ്പോൾ 4th ഗിയറിലാണ് പോകുന്നതെങ്കിൽ ഗിയറിനെ ഒന്ന് 3rd ഗിയറിൽ കൊടുത്തിട്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട്. ഇൻഡിക്കേറ്റർ നിർബന്ധമാണ്. നമ്മൾ നിർബന്ധമായി മിറർ നോക്കണം, ഇൻഡിക്കേറ്റർ ഇടണം. പെട്ടെന്ന് നിർത്തുമ്പോ ബേക്കിലുള്ള വണ്ടിക്കാരന് അറിയുന്നില്ല നമ്മുടെ സൈഡിൽ നിർത്തുവാണോ ഇല്ലയോ എന്നൊക്കെ. അത് കഴിഞ്ഞ് ബേക്ക് നോക്കിയിട്ട് വേണം നിർത്താൻ വേണ്ടിട്ട്. ഇനി പെട്ടെന്നൊരു 4 ഗിയർ മാറ്റിയിട്ടൊന്ന് സൈഡാക്കി നിർത്തിയാണ്. ഓക്കെ, ഷോർട്ട് ചെക്ക് ചെയ്തു. ആക്സിലേറ്റർ ബ്രേക്കിന്റെ ക്ലാസ് ലെഫ്റ്റ് സൈഡിലോട്ട് ഇനി വണ്ടി വരാൻ ലെഫ്റ്റ് സൈഡിൽ മിറർ ചെക്ക്. ഓക്കെ, 4 ഗിയർ മാറി. ഓക്കെയാണ്. അപ്പോൾ ഡ്രൈവ് ടെസ്റ്റ് കേജറ്റ് വെച്ചെടുക്കേണ്ടതിന് നമ്മൾ ഹാൻഡ് ബ്രേക്ക് എന്ന് ചൂസ് ചെയ്യുക. വൈപ്പറോട്ട്
പുറത്തിറങ്ങി. അപ്പൊ 4 വീല് റോഡ് വിട്ട് ഇറക്കുന്നത് ഒരു പാർക്കിംഗ് കാണുന്നോടം വരെ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് പോവാം. കുറച്ച് 40 മുന്നോട്ട് സ്പീഡിലാകട്ടെ. സെക്കൻഡിലിട് ഒന്ന് സ്പീഡ് കുറയ്ക്കും. ബ്രേക്ക് കൊടുത്ത് ഒരു 20 വട്ടാ മതി. ഇനി സെക്കൻഡിലിട്. ഓക്കെ. തേർഡ് ഗിയറിട്. ഓക്കെ. നമുക്ക് ആ സിറ്റി മാർക്കറ്റ് അവിടെ നിർത്താം. അവിടെ പാർക്ക് ചെയ്യാം. എത്ര നാളായി? വണ്ടി ഫ്ലൈസിലോട്ട് പോകും. അങ്ങോട്ട് അവിടെ നിർത്താം. ഇവിടുന്ന് ഇൻഡിക്കേറ്റർ നിർത്താം. ഇൻഡിക്കേറ്റർ ആയിട്ട് കൊടുത്ത് ഗിയറിന് ഡൗൺ ചെയ്ത് കൊടുത്ത് തേർഡ് ഗിയർ പ്രശ്നം കാല് റിലീസ് ചെയ്യും. ഓക്കെ. അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. നിങ്ങൾക്ക് റോഡ് വിട്ട് അതിന് മുമ്പിൽ നിർത്തിക്കോ. അല്ല കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങോട്ട് പതിക്കെ റോഡ് വിട്ട് ഇറക്കി നിർത്താം. ടയർ കറക്കം നിന്ന് വണ്ടി സ്റ്റോപ്പ് ആയി കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മതി. എല്ലാ ഗിയറും ഡൗൺ ചെയ്യാനല്ല പറഞ്ഞത്. ഇപ്പൊ 4th ഗിയറിൽ പോകുന്ന വണ്ടി 3rd ഗിയറിൽ ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് കയറ്റി വെക്കണമെങ്കിൽ 2nd ഗിയർ, പിന്നെയും മുന്നോട്ട് കയറ്റി നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ. അങ്ങനെയാണല്ലോ. വരുന്ന സ്പീഡിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കരുത്. ഓക്കെ. റെഡിയാ. ഹാൻഡ് ബ്രേക്ക് ഇട്ടു. വണ്ടി ഓഫ് ആക്കി. അപ്പൊ ഒരാളുടെ റോഡ് കഴിഞ്ഞു. ഒരു മാക്സിമം ഒരു വർഷം ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ആളാണ്. സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ പ്രസ് ചെയ്താൽ മതി. ഫസ്റ്റ് ഗിയർ ഇടുന്നത് സെക്കൻഡ് ഗിയറിലോട്ട് വരുന്നത് ക്ലച്ചിന്റെ പെടലിൽ കാല് അതിലേസ് ചെയ്തിരിക്കണം. ക്ലച്ചിന്റെ പെടലിൽ കാല് വെക്കുകയും ചെയ്യരുത്. ശ്രദ്ധിച്ചായിരുന്നോ? മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. 3 മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചില്ല. റോഡ് ലോക്ക് ചെയ്തില്ല. ഇത്രയും കാര്യങ്ങളൊന്നും മറന്നുപോയി. സ്പീഡാണ്. ഒന്ന് സൈഡാക്കി നിർത്ത്. സ്റ്റോപ്പ് ചെയ്തു.
സ്റ്റാർട്ട്. നമ്മൾ ഈ ഫോഗൊക്കെ വരുമ്പോൾ നമുക്ക് ബേക്കോട്ട് അങ്ങ് തിരിഞ്ഞു നോക്കുക. ഇത് കാണത്തില്ല, ബേക്കോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് കളിക്കുക. എടുത്തോ എടുത്തോ. ഓക്കെ, ആക്സിഡന്റ് മാത്രം. നീ ക്ലച്ചിന് കാല് റിലീസ് ചെയ്യണ്ട, ക്ലച്ചിന് അങ്ങനെ ഹോൾഡ് ചെയ്തിപ്പിക്കുക. ഓക്കെ, ഓക്കെ, അങ്ങനെ സെക്കൻഡ് ഗിയർ ഇട്. വ്യാഴാഴ്ച ദിവസത്തെ 2 പേർക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് പാസ്സായില്ല എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് അറിയേണ്ടവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് നമ്മളിവിടെ ടെസ്റ്റ് ഡേറ്റ് എടുക്കുന്നത്. ഇവിടെ 8:30 ടെസ്റ്റ് തുടങ്ങും. റൈറ്റിൻ്റെ മുന്നോട്ട് ടെസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. സ്ക്രീനിൽ കുറച്ച് അങ്ങോട്ട് കയറ്റാണ്. ആ വണ്ടിൻ്റെ അങ്ങ് നടുക്കരുത്. അതൊരു ബ്രേക്ക് ഒന്ന് മുന്നോട്ട് വയ്ക്കുന്നു പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് തട്ടും. അപ്പൊ അങ്ങനെ 2 പേരുടെയും ടെസ്റ്റ് കഴിഞ്ഞപ്പോഴാണ്. ഇപ്പൊ 2 പേരും പാസ്സായി. ഇന്ന് 2 ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 4 എടുത്തിട്ടുണ്ടായിരുന്നു, 2 വീലർ എടുത്തിട്ടുണ്ടായിരുന്നു. 2ഉം പാസ്സായി. നമ്മളിവിടെ 11 മണി 11 ആകുമ്പോഴത്തേക്കും ടെസ്റ്റ് കഴിയും. അപ്പോൾ എന്താ പിന്നെ ക്രിസ്റ്റോ, എന്താ ഒരു എക്സ്പീരിയൻസ് പറയാം? അടിക്കുമ്പോ ഇല്ലെന്ന് മാറിപ്പോ അതെ. അതെ, ഓക്കെ. അതെ, നമുക്ക് ടെൻഷനാണ്, എല്ലാം പ്രശ്നമാകുന്നത്. പരമാവധി നമ്മൾ പേടിക്കാണ്ട് എടുക്കുക തന്നെ. എന്നാലും ഒരു എക്സാം എന്നൊക്കെ വരുമ്പോൾ ആർക്കായിരിക്കും ഒരു പേടിക്കുണ്ടാവും. അല്ലോ അതൊന്നും 8 പോകുന്നായിരുന്നു വിചാരിച്ചേ. 8-ലായിരുന്നു കാല് കുത്തുമെന്ന് വിചാരിച്ചേ. പക്ഷെ അത് അതെ ബാക്കി വലിയ കുഴപ്പമുണ്ടായില്ലെന്ന് തോന്നുന്നു.